കേരളത്തിലെ തിരഞ്ഞെടുപ്പ് പരാജയം അവലോകനം ചെയ്ത് തെറ്റുതിരുത്തൽ നടപടികൾക്ക് രൂപം നൽകാനുള്ള സിപിഐഎം പോളിറ്റ് ബ്യൂറോ യോഗം ഡൽഹിയിൽ ഇന്നും തുടരും. നേതാക്കൾക്ക് വീഴ്ച പറ്റിയെന്നടക്കമുള്ള സ്വയം വിമർശനങ്ങൾ ഉൾക്കൊള്ളുന്ന സംസ്ഥാന ഘടകത്തിന്റെ അവലോകന റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പോളിറ്റ് ബ്യൂറോയിൽ അവതരിപ്പിച്ചു. കേരളത്തിലെ തോൽവി സംബന്ധിച്ച വിശദ ചർച്ച ജൂലൈ 11 മുതൽ 3 ദിവസമായി ചേരുന്ന പ്രത്യേക കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ നടക്കും. ബൽറാം നെടുങ്ങാടിയുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. ബൽറാം, ഗുഡ് മോർണിംഗ് അഗെയിൻ. കേരളത്തിൽ നിന്ന് നടത്തിയ ചർച്ചകൾ, വിമർശനങ്ങളുടെയൊക്കെ ആകത്തുകയായി എത്തിച്ച അവലോകന റിപ്പോർട്ട്, ഇന്ന് സംസ്ഥാന സെക്രട്ടറി അവതരിപ്പിച്ച അവലോകന റിപ്പോർട്ട് അതേപടി പോളിറ്റ് ബ്യൂറോ അംഗീകരിക്കുന്നുണ്ടോ, അതല്ല അതിൽ തിരുത്തു വരുത്തുമോ, കൂടുതൽ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ പോളിറ്റ് ബ്യൂറോയുടെ വിലയിരുത്തലുകൾ കൂട്ടിച്ചേർക്കുമോ എന്നതാണ് ഏറ്റവും വലിയ ആകാംക്ഷ. വെരി ഗുഡ് മോർണിംഗ് ഗോകുൽ, പ്രവിത. ഏറ്റവും നിർണായകം അതുതന്നെയാണ്. സംസ്ഥാനത്ത് വിശദമായ ചർച്ചകൾ ഈ വിഷയത്തിൽ നടന്നിരുന്നു. താഴെത്തട്ട് മുതൽ ഉള്ള ചർച്ചകൾ നടന്നിരുന്നു. കടുത്ത വിമർശനങ്ങൾ നേതൃത്വത്തിനെതിരെ ഉയർന്നു വന്ന ഒരു അവലോകനമാണ് ഇക്കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിൽ ഉണ്ടായത്. അത് സംസ്ഥാന സമിതി യോഗത്തിൽ പോലും നേതാക്കൾക്ക് വീഴ്ച പറ്റിയെന്നും ന്യൂനപക്ഷ വോട്ടുകൾ എന്നതിൽ ഗുരുതരമായ പാളിച്ചകൾ ഉണ്ടായി എന്നതടക്കമുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു. സ്ഥാനാർത്ഥി നിർണയം പാളിപ്പോയി എന്ന വിമർശനം ഉയർന്നിരുന്നു. ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പോളിറ്റ് ബ്യൂറോയ്ക്ക് മുന്നിൽ വച്ചിരിക്കുന്ന റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസം ജനറൽ സെക്രട്ടറി എം എ ബേബി ഈ PB യോഗത്തിന് മുന്നിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ ഈ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ കഴിഞ്ഞ 10 വർഷത്തെ ഭരണത്തിൽ ജനകീയ പദ്ധതികൾ നടപ്പാക്കി, ജനക്ഷേമ പദ്ധതികൾ നടപ്പാക്കിയെങ്കിലും പാർട്ടിയുടെ അടിസ്ഥാന വോട്ട് ബാങ്കായ അടിസ്ഥാന ജനവിഭാഗത്തെ അകലുന്ന സാഹചര്യമാണ് ഉണ്ടായത് എന്നും ആ വോട്ടുകൾ നിലനിർത്തുന്നതിൽ വീഴ്ച പറ്റിയെന്നുമുള്ള സ്വയം വിമർശനം ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചകളിൽ ബംഗാളിലെയും കേരളത്തിലെയും സാഹചര്യങ്ങൾ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടന്നിരുന്നു. എന്നാൽ ബംഗാളിനായിരുന്നു ആദ്യ ദിവസം മുൻതൂക്കം എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം പോലും ഒട്ടേറെ രാഷ്ട്രീയ മാറ്റങ്ങൾ, തൃണമൂൽ കോൺഗ്രസ് പിളരുന്നതടക്കമുള്ള സാഹചര്യങ്ങളുണ്ടായി. അതുകൊണ്ട് തന്നെ അക്കാര്യങ്ങളിലേക്ക് ചർച്ചകൾ കേന്ദ്രീകരിച്ചു ആദ്യ ദിവസം എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും കേരളത്തിലെ സാഹചര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇന്ന് അതിൻ്റെ തുടർ ചർച്ചകളുണ്ടാകും. ഈ ഘട്ടത്തിൽ സംസ്ഥാന സമിതിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗീകരിച്ച റിപ്പോർട്ടിൽ ഉൾപ്പെടുന്നതിൽ കൂടുതൽ വിമർശനങ്ങൾ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമോ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നിർണായകം. അത്തരത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ ആ നിർദ്ദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തിയ റിപ്പോർട്ടായിരിക്കും വരുന്ന ജൂലൈ 11 ആരംഭിക്കുന്ന കേന്ദ്ര കമ്മിറ്റിയിലെ ചർച്ചയ്ക്കായി മുന്നോട്ട് വയ്ക്കുക. അപ്പോൾ അതേപടി അംഗീകരിക്കുമോ അല്ലെങ്കിൽ അതിൽ കൂട്ടിച്ചേർക്കലുകൾ വരുത്തുമോ, മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളത് ഏറ്റവും നിർണായകമായി മാറും. എന്തായാലും പോളിറ്റ് ബ്യൂറോ അംഗങ്ങളുടെ നിർദ്ദേശങ്ങൾ, അത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അംഗങ്ങൾ കേരളത്തിലെ സാഹചര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് എന്ത് നിർദ്ദേശങ്ങളായിരിക്കും മുന്നോട്ട് വയ്ക്കുക, വിമർശനങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളത് നിർണായകമാകും. അക്കാര്യം ഇന്നത്തെ യോഗം പൂർത്തിയാകുന്നതോടെ വ്യക്തമാകും. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിശദാംശങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.